ലോക നാടകവേദിക്ക് വന്ദനം. ആദ്യമേ പറഞ്ഞോട്ടെ, ഐ കാൻ ബി ടേക്കിംഗ് ഓൾ ദ ബോക്സസ്. കാരണം ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കാലുവറയുണ്ട്. ആദരണീയനായ അലക്സാണ്ടർ സാർ, പൗലോ സാർ, തോമസ് മാത്യു സാർ, പ്രതിഭയുടെ ഗുരുത്വം തൂങ്ങുന്ന, ഗുരുത്വം തിങ്ങുന്ന, ഗുരുത്വം രണ്ടർത്ഥത്തിലും വേദി അഭിവന്ധ്യ സദസ്. എനിക്ക് എത്രത്തോളം ഇതിനോട് നീതി പുലർത്താൻ പറ്റുമെന്നറിയില്ല. അഥവാ ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അത് വെറും ചലച്ചിത്ര പരിചയം കൊണ്ട് മാത്രമല്ല. ഞാൻ MA ഓപ്ഷണലായിട്ട് പഠിച്ച യൂറോപ്യൻ ഡ്രാമ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരൊറ്റ തണ്ടുബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ആട്ടം ഒരു ചലച്ചിത്ര പരിചയം കൊണ്ട് മാത്രം നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയല്ല. ആനന്ദ് ഏകർഷി ഇതിന്റെ ഒരു തിരക്കഥ എന്ന് പറയുന്നത് ഇത്രയും ബ്രില്യൻ്റായ ഒരു തിരക്കഥ, ഇത്രയും മികവുള്ള ഒരു തിരക്കഥ, ഇത്രയും ലേയർഡായുള്ളൊരു തിരക്കഥ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപാരമായ ഒരു പൊഴിമുഖത്താണ് പ്രേക്ഷകനെ ഇതുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതായത് നാടകത്തിന്റെ കായൽ ഇക്കരെ, സിനിമയുടെ കടൽ അക്കരെ കൃത്യമായി പൊഴിമുറിച്ച് ദേവിയും ഇടയ്ക്കൊക്കെ അടച്ചും കൃത്യമായി ആ അനുപാതം, ആ സമതുലനം ആവിഷ്കരിച്ചിരിക്കുന്നു, അത് സിദ്ധിച്ചിരിക്കുന്നു. അടൂർവാലകൃഷ്ണൻ പറയാറുണ്ട്, ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം നല്ലതായിരിക്കും. അത് നന്നായേ പറ്റുള്ളൂ. അതിൻ്റെ തിരക്കഥ നന്നാവണം, അതിൻ്റെ നടനം നന്നാവണം, അതിൻ്റെ എല്ലാ വശങ്ങളും, സമയമടക്കം. അങ്ങനെ ഈ ടിക്കിംഗ് ആൾ ബോക്സസ് വീണ്ടും പറയുന്നു, ദിസ് ഈസ് വൺ അറ്റംപ്റ്റ് വിച്ച് ഹാസ് ടിക്ക്ഡ് ഓൾ ബോക്സസ്. ഇതിൻ്റെ അകത്ത് ആരെയും എടുത്തു പറയാനില്ല. കാരണം നിങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ക്യാമറ, ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ഇത്രയും ഡിലിജൻ്റായിട്ട് ചെയ്തിട്ടുള്ള മ്യൂസിക് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ആദ്യത്തെ നാടക അവതരണ സമയത്ത് കേൾക്കുന്ന സംഗീതം കഴിഞ്ഞാൽ പിന്നെ ഒരു സംഗീത ശകലം കേൾക്കുന്ന 40ാമത്തെ മിനിറ്റിലാണ്, പിന്നെ 53ാം മിനിറ്റിൽ, പിന്നെ 1 മണിക്കൂർ 7 മിനിറ്റ്, ഇങ്ങനെ പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് ആ സംഗീതമില്ലെങ്കിൽ എങ്ങനെ ജനങ്ങളെ പിടിച്ചിരുത്തും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് ആട്ടം. സംഗീതമേ വേണ്ട. കാരണം ഇതിൻ്റെ സംഭാഷണം തന്നെ സംഗീതമാണ്. ഇതിൻ്റെ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എല്ലാം സംഗീതമാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചൊരു സംഗീതം വെറുതെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. അവിടെ ഇവിടെ ഓരോ അഭിനേതാവും എൻ്റെ മനസ്സിലുണ്ട്. ഒരാളെ എങ്ങനെ എടുത്തു പറയാൻ വയ്യ. ശ്രീ മദൻ എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു സീരീസിൽ വളരെ നല്ലൊരു വേഷം ചെയ്തതായിട്ട് അറിയാം. വിനയ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം വരാൻ പോകുന്ന ഞങ്ങളുടെ സീരീസിലൊരു നായകനാണ്, മാർട്ടിൻ പ്രക്കാട്ട് ഷോറണ്ണറാകുന്ന. അപ്പോൾ ഇവരുടെയൊന്നും ഒരു കഴിവിനെ പറ്റി യാതൊരു സംശയവുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, അധ്യാപകന്റെ വേഷം സുധീർ. അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്നറിയില്ല. ഈ റിമൈൻഡഡ് മീ ഓഫ് ധൃതിമാൻ ചാറ്റർജി ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. ഒരാളെങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കുറഞ്ഞു എന്നല്ല, എല്ലാവരും. ഇപ്പം അജിത് ചേട്ടൻ എന്നൊക്കെ പറയുന്ന വേഷം എന്ത് രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും പ്രസാദാണ്, പ്രശാന്ത് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓരോരുത്തരെയും എടുത്തു പറയണമെന്നുണ്ട്. ഈ കഥ പറഞ്ഞ് ഇത് ചളമാക്കണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം പണ്ട് ഹിച്ച്കോക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പുതിയ സിനിമയുടെ അന്ത്യം, സസ്പെൻസ് അന്ത്യം ആരെങ്കിലും വെളിപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനെന്നെ തട്ടിക്കളയുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. എങ്ങാനും ഇത് കയറി പറഞ്ഞ് ഒരു ഫ്രെഡറിക് ഫോർസിത്ത് നോവലിൻ്റെ പ്ലോട്ടിൻ്റെ ഭാഗമാവണ്ട എന്നുള്ളത് കൊണ്ട് കഥ ഞാൻ പറയുന്നില്ല. അതൊരു പഴയ കോഴിക്കോടൻ സ്റ്റൈലാണ്, അത് നമ്മളിവിടെ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ നാടകം, പല സ്ഥലത്തും നാടകത്തിൻ്റെ അതിൻ്റെ ഏറ്റവും നന്മയുള്ള വശങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. നേരത്തെ പറഞ്ഞ ഈ ക്രോസ് ഓവേഴ്സ്, നേരത്തെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ പഞ്ചവടിപ്പാലവും നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു ക്ലാസിക്കൽ കൃതിയും ഒക്കെ തമ്മിലുള്ള ഒരു സാമ്യം പറഞ്ഞു. ഈ ക്രോസ് ഓവേഴ്സ് എനിക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ഒന്ന്, എനിക്ക് 2 നാടകങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒരുപക്ഷെ അത് രണ്ടും 2 ജോണേഴ്സിൽ പെടുന്ന നാടകങ്ങളാണ്. ഒന്ന്, ടി ദാമോദരൻ മാഷ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഉടഞ്ഞ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന നാടകം. എത്ര പേര് നിങ്ങൾക്ക് അങ്ങനെ ഒരു നാടകം വായിച്ചിട്ടുണ്ട്, അറിയും എന്നറിയില്ല. തീർച്ചയായിട്ടും ചന്ദ്രഹാസൻ സാറിനൊക്കെ അറിയുന്നുണ്ടാവും. നിൽക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത്, എനിക്കറിയില്ല, ഇത് ഈ സമൂഹമാണ്, എനിക്കങ്ങനെ ഒരാളെയും പറയാം. എന്തുകൊണ്ടോ ആട്ടം കണ്ടപ്പോൾ
സരൻ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നായികാവേഷം മനോഹരമായി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുന്നില്ല ഓരോരുത്തരെയും. ഇതാരുമാകാം എന്ന് പറയുന്ന ആ ഒരു പര്യവസാനം എന്തുകൊണ്ടോ മനസ്സിലേക്ക് വന്നു. മറ്റൊന്ന്, ബ്രഹ്ത്തിന്റെ ഒരു നാടകം. ആ നാടകത്തിന്റെ ഒറിജിനൽ നാടകത്തിന്റെ പേര് എനിക്കറിയില്ല. ദാസൻ സാറിന് തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റുമായിരിക്കും. കാവലൻ സാറ് പതിത എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു സംസ്കൃത നാടകമായിരുന്നു. അതിന്റെ ഒരു പ്രമേയം എവിടെയോ ഒരു അകലങ്ങളിലെ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുഴക്കം നമുക്ക് ഇത് കാണുമ്പോൾ തോന്നിയിരുന്നു. ഇതിങ്ങനെ ഈ നമ്മൾ നാടകം എന്ന് പറയുന്നത് നാടകത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും സിനിമ ഉരുത്തിരിയുന്നത്. നാടകത്തിന്റെയും സിനിമയുടെയും കൊള്ളക്കൊടുക്കുകയാണ് പലപ്പോഴും നമ്മൾ സാധാരണ ഈ മുഖ്യധാരയിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞ ആ പൊഴിമുഖം തന്നെയാണ്. ആ പൊഴിമുഖത്ത് നമ്മളെ കൊണ്ട് നിർത്തുന്നു. ഒരു ഭാഗത്ത് സിനിമയുടെ തിരമാലകളുടെ ഹുങ്കാരം കാണുന്നു, ഇപ്പുറത്ത് ഇരച്ചു കയറുന്ന നാടകത്തിന്റെ കായൽ. ഇത് രണ്ടും എങ്ങനെ പൊഴിമുറിച്ച്, എങ്ങനെ തേവി, എങ്ങനെ പരസ്പരം മാറ്റി ചെയ്യുന്നു എന്നിടത്താണ് ഇതിന്റെ വിധാതാവിന്റെ, ഇതിന്റെ സംവിധായകൻ എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സൃഷ്ടാവ്, ഇതിന്റെ സൃഷ്ടാവിന്റെ വിജയം. ഇത് ഒരു വലിയ പുതുമയായി തോന്നി. എന്നാൽ ഒരിക്കലും അതൊരു അക്കാഡമിക് ലൈനിലേക്ക് പോകുന്നില്ല. വേണമെങ്കിൽ അത്തരം ലേയേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത്തരം തലങ്ങളുടെ ഓരോന്നും കമ്പോട് കമ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതൊക്കെ സൃഷ്ടാവ് തുറന്നിട്ടിരിക്കുകയാണ് പ്രേക്ഷകന് മുന്നിൽ, അനുവാചകന് മുന്നിൽ. ഇത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ നാടകങ്ങളുടെ തന്നെ, ഇപ്പം അഗതാ ക്രിസ്റ്റിയുടെ മൗസ് ട്രാപ്പ്, അല്ലെങ്കിൽ അവരുടെ തന്നെ നോ വൺ റിമെയിൻസ് പോലുള്ള നോവലുകൾ നാടക രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുമാതിരി ഒരു 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 സംഘം ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു, അതിൽ ഒരാൾ ഗിൽറ്റിയാണ്. ഈ പറയുന്ന പ്രമേയം തന്നെ എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ ആനന്ദ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആട്ടം ഇനി എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല. സാധാരണ ഈ അവാർഡൊക്കെ കിട്ടുന്ന ചിത്രങ്ങൾ പലപ്പോഴും ഒറ്റക്കാഴ്ചയിൽ നമുക്ക് മടുത്തു പോകും, അല്ലെങ്കിൽ ഒറ്റക്കാഴ്ചയിൽ ആസ്വദിച്ച് മതി, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നും. ഇതങ്ങനെ തോന്നിയതേയില്ല. ആട്ടം ഇനിയും ഇനിയും കാണാൻ തോന്നുന്നു. പല സ്ഥലത്തും ഇനിയും ചില അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആനന്ദ് എന്ന് തോന്നി. നാടകദിനത്തിൽ നാടകത്തിൻ്റെയും സിനിമയുടെയും ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട്സ് കണ്ട ഒരു വലിയൊരു ബോധിവൃക്ഷത്തിൻ്റെ കീഴിൽ നിന്ന പോലെ തോന്നി. എല്ലാവർക്കും ആശംസകൾ. ഇനിയും ഇത്തരം ഉദ്യമങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വെറുതെ ആലോചിച്ചു, ഇതൊരു സീരീസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗംഭീരമായിരുന്നു. ഒരുപക്ഷെ ഇതിനെക്കാട്ടിലും സമയമെടുത്ത് ചെയ്യാൻ പറ്റും. ഒരു മിനി സീരീസ്, ഒരു 6 എപ്പിസോഡ്, അരമണിക്കൂർ, ഓരോന്നിനും ക്ലിഫ് ഹാങ്ങേഴ്സ് ഉണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഓരോ 10 മിനിറ്റിലും ഗൂസ് ബംപ് മൊമെന്റ്സ് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. കൃത്യമായി ആളുകളെ ഈ എഡ്ജ് ഓഫ് ദ സീറ്റിൽ നിർത്തുന്ന എൻഡുകളുണ്ട്. മനോഹരമായ സീരീസ് തീർച്ചയായിട്ടും ആനന്ദിന് ചെയ്യാൻ പറ്റും. ആനന്ദിന് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ആണ് ഇനി ഭാവിയുടെ ഒരു വലിയ ചിത്രക്കാഴ്ച എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.